ഒന്നിനും മടിയില്ലാത്ത, ആരെയും കൂസാത്തയാൾ, ഒരു സൂചന പോലും നൽകാതെ എന്തും ചെയ്തു കളയുന്ന പ്രസിഡന്റ്. വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റു കഴിഞ്ഞു. പല സുപ്രധാനപ്പെട്ട ഓർഡറുകൾക്കൊക്കെയാണ് ഒപ്പിട്ടിരിക്കുന്നത്. 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡറുകൾക്ക് ഒപ്പിട്ടു എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. ചൈനക്കിട്ട് നല്ല പണി കൊടുക്കാനാണ് ട്രംപ് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒന്നും കൂസാത്തയാളെന്ന് ട്രംപിനെ കുറിച്ച് പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ. പക്ഷേ ട്രംപിനെ നിയന്ത്രിക്കുന്നത് മറ്റാരൊക്കെയോ ആണ്. ട്രംപ് വെറും പുറമേ ഉള്ള ഒരു പാവ മാത്രമാണ് എന്നുള്ള വിലയിരുത്തലുകളും പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ട്രംപിനെ നിയന്ത്രിക്കുന്ന വലിയൊരു ശക്തിയുണ്ട്. ആ ശക്തി ആരെയൊക്കെ? ഇത് വളരെ ഗൗരവമായിട്ട് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. സാധാരണക്കാർ ഇതത്ര ഗൗരവമായിട്ട് പരിഗണിക്കുന്നില്ല എങ്കിൽ പോലും ലോകത്തെ ബുദ്ധിജീവികളും അതേപോലെ രാഷ്ട്രീയ ചിന്തകരും തത്വജ്ഞാനികളൊക്കെ ഈ വിഷയത്തിൽ അഗാധമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഹൂ ഈസ് ബിഗർ ദാൻ ട്രംപ്? ആരാണ് ട്രംപിനേക്കാൾ വലുത് എന്നത്. അതിന് ഉത്തരം അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്നായിട്ടുള്ള ജോ ബൈഡൻ നൽകിയിരുന്നു. അതൊരൊറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെക് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറയുന്ന പ്രതിഭാസമാണ്. ടെക് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറയുന്ന ഈ പ്രതിഭാസത്തിൽ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, വലിയ തരത്തിൽ ലോകത്തെ സ്വാധീനിക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ ഒറ്റ വാക്കിൽ അതിനൊക്കെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞ് ഒതുക്കും എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പോലും യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. നാം എന്താണ് തിന്നേണ്ടത്, നമ്മളുടെ ഈറ്റിംഗ് ഹാബിറ്റ് എന്തായിരിക്കണം, അത് തീരുമാനിക്കുന്നത് ഈ ടെക് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് തന്നെയാണ്. നമ്മൾ ഏതുതരം മരുന്നുകളാണ് കഴിക്കേണ്ടത്, അത് തീരുമാനിക്കുന്നത് ഇവർ തന്നെയാണ്. നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അത് തീരുമാനിക്കുന്ന അവർ തന്നെയാണ്. നമ്മളുടെ സമൂഹത്തിൽ ഏതെല്ലാം തരം ആയുധങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു, അതൊക്കെ തീരുമാനിക്കുന്ന അവരാണ്. സമൂഹത്തിൽ എന്ത് നടക്കുന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് അവർക്കുണ്ട്. ആ കാഴ്ചപ്പാടിനനുസരിച്ചാണ് ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പറയുന്ന ഒരു പ്രതിഭാസത്തെയാണ് ട്രംപിന് മുകളിലായിട്ട് ലോകത്തെ ചിന്തകരെല്ലാം സ്ഥാപിക്കുന്നത്, ടെക് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്. അത് പരിശോധിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതം കൂറും. അത്തരത്തിലുള്ള സ്വാധീനമാണ് അതിനെ ലോകത്തെമ്പാടത്തും സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത് നമ്മുടെ നാഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നതായിട്ടുള്ള കൺസെപ്റ്റിനെ തന്നെ വലിയ തോതിൽ ചലഞ്ച് ചെയ്യുന്ന, വെല്ലുവിളിക്കുന്ന പ്രതിഭാസമായി മാറിയിരിക്കുക. ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ മോദിയും അതേപോലെ RSSും ഒക്കെ വളരെ മുറുകെ പിടിക്കുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാൽ ദേശീയതയാണ്. ഇന്ത്യയുടെ ദേശീയത, ഭാരതീയത എന്നൊക്കെ പറയുന്നതിന് ടോർപ്പിഡ് ചെയ്യുന്നത് ഈ ടെക് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് തന്നെയാണ്. കാരണം ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്ത് ഒരിടത്തും അത്തരത്തിലുള്ളൊരു ദേശരാഷ്ട്ര സങ്കല്പത്തിന് നിലനിൽക്കാൻ പറ്റാത്ത തരത്തിൽ, പലപ്പോഴും പലരും വിശേഷിപ്പിക്കുന്ന തരത്തിൽ ഡീപ് സ്റ്റേറ്റിന്റെ സ്വാധീനം അഗാധമായി കടന്നു വരുന്നത് ഈ പ്രതിഭാസത്തിലൂടെയാണ്. ഈ സാങ്കേതിക വിദഗ്ധരുടെ ഒരു ലോകമാണ്, സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ ഉടമകളായവരുടെ ലോകമാണ്. അതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ടെക് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസത്തെ അവതരിപ്പിക്കുന്നത്. ഇതിൽ നമ്മൾ ഓരോന്നായിട്ട് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇലക്ട്രോണിക് മേഖലയാണ്. ആ ഇലക്ട്രോണിക് മേഖലയിലെ പ്രമുഖമായിട്ടുള്ള രാജ്യങ്ങൾ, പ്രമുഖമായിട്ടുള്ള കമ്പനികൾ അത് പരിശോധിക്കുന്ന സമയത്ത് ഒന്ന് അമേരിക്കയാണ്. ആ അമേരിക്കയിൽ ഒന്ന് ആപ്പിൾ എന്ന് പറയുന്നതായിട്ടുള്ള കമ്പനി, 2 മൈക്രോസോഫ്റ്റ്, 3 ഗൂഗിൾ, 4 ആമസോൺ. ഇവരെല്ലാം തന്നെയാണ് പുതിയ തരത്തിലുള്ള ഇന്നോവേഷൻസ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിന് ഇലക്ട്രോണിക് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് അമേരിക്കയാണ്. 2 ചൈന അതിശക്തമായിട്ട് ഈ മേഖലയിൽ കടന്നു വരുന്നത് അവരുടെ ഹോവായ് എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥാപനം, അതുപോലെ അലിബാബ, ടെൻസെന്റ്, ബൈറ്റ് ഡാൻസ്, ഇതെല്ലാം ചേർന്ന് വലിയ തരത്തിൽ ലോകത്തെ സ്വാധീനിക്കുന്ന സംഭവമായിട്ട് അത് മാറിത്തീരുന്നു. മൂന്നാമത് സൗത്ത് കൊറിയയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ 3 രാഷ്ട്രങ്ങളാണ് യഥാർത്ഥത്തിൽ ലോകത്തിന്റെ ഇലക്ട്രോണിക് സാധ്യതകളെ സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സൗത്ത് കൊറിയയിൽ നമ്മൾ സാംസങ്, അതുപോലെ SS ഹൈനിക്സ്, ഇതെല്ലാം കൺസ്യൂമർ ഇലക്ട്രോണിക്സിന്റെ വലിയ നവീനമായിട്ടുള്ള സാങ്കേതികവിദ്യ മുന്നോട്ട് വെക്കുന്നതാണ്. അപ്പോൾ സൗത്ത് കൊറിയയും ചൈനയും അമേരിക്കയുമാണ് ഇലക്ട്രോണിക്സ് മേഖലയിലെ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആ ടെക് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്റെ പ്രതിനിധി അവരാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഗ്ലോബൽ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിലേക്ക് വരികയാണെന്ന് വിചാരിക്കാം.
എന്നുവെച്ചാൽ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് വലിയ വ്യാപാര എന്ന് പറഞ്ഞാൽ ആ വ്യാപാരം ആയുധ വ്യാപാരമാണ്. ആയുധ വ്യാപാരത്തെക്കുറിച്ച് ഇപ്പൊ സാധാരണക്കാരുടെ ഇടയിൽ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷെ നമുക്കറിയാം ലോകത്ത് യുദ്ധം നടക്കുന്നു. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ആയിട്ടുള്ള ആക്രമണം, അതേപോലെ ഇസ്രയേൽ മറ്റ് നിരവധി രാജ്യങ്ങളിലേക്ക് ഇരച്ചു കയറി അവരൊക്കെ തരിപ്പണമാക്കിയ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇത് ചെറിയ പ്രശ്നമല്ല. ഇത് വലിയ വ്യാപാര കച്ചവടത്തിന്റെ ഭാഗമാണ്. ആ വ്യാപാര കച്ചവടത്തിൽ നിൽക്കുന്നത് 3 രാജ്യങ്ങളാണ്. അതിൽ ഒന്ന് അമേരിക്ക തന്നെ. അമേരിക്ക എല്ലായിടത്തും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡിഫൻസ് സ്പെൻഡറാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധ കച്ചവടം നടത്തുന്ന രാജ്യം അമേരിക്കയാണ്. രണ്ടാമത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ ചൈനയാണ്. ചൈന എപ്പോഴും അമേരിക്കക്കൊപ്പം തന്നെ നിൽക്കുകയാണ്. മൂന്നാമത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ റഷ്യയാണ്. അപ്പൊ ഈ 3 രാജ്യങ്ങൾ കൂടി ലോകത്ത് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ, ആവശ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അനാവശ്യം, അതാണ് മനുഷ്യ ജീവിതത്തിന് ആവശ്യമില്ല. പക്ഷെ ഇവരുടെയൊക്കെ അധികാരം നിലനിർത്തുന്നതിന് എപ്പോഴും വലിയ ആയുധ കച്ചവടം ആവശ്യമാണ്. അതിൽ മുൻപിൽ നിൽക്കുന്ന 3 രാജ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയും ചൈനയും റഷ്യയും കൂടി ആണ് ലോകത്തെ എല്ലാവിധമായിട്ടുള്ള അക്രമം നടത്തുന്നതിനുള്ള ആയുധ വിൽപ്പന നടത്തുന്നതായിട്ടുള്ള രാജ്യങ്ങൾ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇതിപ്പോ ആക്രമണത്തിന്റെ ആയിരുന്നു. വിനോദ മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയും ആർട്ട് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൽ പ്രമുഖമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അമേരിക്ക. അവിടെ നമുക്ക് ഇന്ത്യയെ കാണാം. ഇന്ത്യ മോശമല്ല എന്നുള്ള, അതായത് വിനോദ കച്ചവടത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. 3ാമത് സൗത്ത് കൊറിയയുമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി. 4ാമത് നമ്മൾ ഈ ഗ്ലോബൽ അനിമൽ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് ലോകത്ത് ഈ കന്നുകാലി ഉൽപാദനവും അതിൽ നിന്ന് അതിന്റെ വ്യവസ്ഥ, അതൊക്കെ ചെറുതാണെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. നമ്മുടെ ഇവിടെ വീടുകളിലൊക്കെ പശു വളർത്തലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉള്ള ലാഭവും അല്ലാതെ അത് എന്താണ്, ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ വ്യവസായ സംരംഭമാണ്. ആ കാര്യത്തിലും യഥാർത്ഥത്തിൽ മുന്നിൽ നിൽക്കുന്നത് അമേരിക്ക തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അത് ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നു, പൗൾട്രി എക്സ്പോർട്ട് ചെയ്യുന്നു രാജ്യമായിട്ട് ആര് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്? അമേരിക്ക മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 2ാം സ്ഥാനം ചൈനയ്ക്കും 3ാം സ്ഥാനം ബ്രസീലിനുമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിന്റെ ആ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള രാജ്യം അമേരിക്ക അതിലും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഈ ഫൈസറും അതേപോലെ തന്നെ മൊഡേണയും ജോൺസൺ ആൻഡ് ജോൺസണും ഒക്കെ അതിൻ്റെ അകത്ത് പുതിയ ആഗോള കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതായിട്ടുള്ള രാജ്യങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. മറ്റൊരു രാജ്യം എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡാണ്, പിന്നെ ജർമ്മനിയാണ്. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് എല്ലാ സ്ഥലത്തും 3 രാജ്യങ്ങൾ വെച്ച് ചർച്ച ചെയ്തു. അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള രാജ്യം എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നത് അമേരിക്ക തന്നെയാണ്. ആ അമേരിക്കയിലെ ഈ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് തന്നെയാണ് യഥാർത്ഥത്തിൽ ട്രംപിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഫാസ്റ്റ് ഫുഡ് ഇൻഡസ്ട്രിയുടെ കാര്യത്തിലേക്ക് വരിക. അവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഏതാണെന്ന് വെച്ചാൽ അവിടെയും അമേരിക്കയാണ് 1ാം രാജ്യം. 2ാം രാജ്യം ചൈന, 3ാമത്തെ രാജ്യം ജപ്പാനാണ് ഫാസ്റ്റ് ഫുഡിന്റെ കാര്യത്തിൽ. നമുക്ക് സമയം അധികമില്ലാത്തതിന്റെ പേരിൽ പെട്ടെന്ന് തീർക്കാം. 1-2 ഇൻഡസ്ട്രി കോംപ്ലക്സും കൂടി പരിശോധിക്കുന്നത്. ഒന്ന് വാർത്ത, ഗ്ലോബൽ ന്യൂസ് ഇൻഡസ്ട്രി, അത് പരിശോധിക്കുന്ന സമയത്ത് അതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയാണ്. 2ാം സ്ഥാനത്ത് അതിൽ നിൽക്കുന്ന ബ്രിട്ടനാണ്, UK, BBC പോലെയുള്ള ആയിട്ടുള്ള സ്ഥാപനങ്ങൾ. 3 ചൈനയാണ്. ഇനി ഈ ഗ്ലോബൽ ഇൻഫ്ലുവൻസർ, ലോകത്തെ മുഴുവനും സ്വാധീനിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഇൻഡസ്ട്രിയുടെ കാര്യം പരിശോധിച്ചാൽ അതിലും അമേരിക്കയാണ്. ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന സാധനം അവരങ്ങനെ നൽകുന്നതാണ്. യൂട്യൂബ് അവരാണ് നൽകുന്നത്. ഇനി ചൈനയിലേക്ക് വരുന്ന സമയത്ത് മാസീവ് സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ലൈക്ക് DN ആൻഡ് വെയ്ബോ, അത് വലിയ തരത്തിൽ ലോകത്തിന്റെ എക്കണോമിയെ സ്വാധീനിക്കുന്നുണ്ട്, ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. 3ാമത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ ബ്രസീലാണ്. അപ്പൊ ആഗോള വാർത്താ വിൽപ്പനക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്ക തന്നെയാണ്. 2ാമത് ചൈനയും 3ാമത്തെ ബ്രസീലുമാണ്. അവസാനമായിട്ട് നമ്മൾ ഇതിനെ മുഴുവൻ പരിശോധിക്കുന്ന സമയത്ത് ഈ കമ്പനികളുടെ സങ്കീർണമായിട്ടുള്ള നെറ്റ്വർക്കാണ് ലോകത്തെ നിരന്തരമായിട്ട് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കി അത് ആരധികാരത്തിൽ വരുന്നു എന്നുള്ള പ്രശ്നമല്ല. ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പും ചരട് നീക്കങ്ങൾക്കും അനുസരിച്ചാണ് ലോകത്തിലെ പല നേതാക്കളും തീരുമാനങ്ങൾ എടുക്കുന്നതും. അതെ, ട്രംപിന്റെ തീരുമാനമല്ല, ഈ നെറ്റ്വർക്കിന്റെ തീരുമാനമാണ്. ട്രംപിലൂടെ വരികയാണ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് എത്രയോ എക്സിക്യൂട്ടീവ് ഓർഡറുകളാണ് പുറത്തിറക്കിയത്. നോക്കിയത് ആളുകൾ ഞെട്ടിക്കുന്ന തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലാവസ്ഥാ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പാരിസ് ഉച്ചകോടി അതിൽ നിന്ന് പിൻവലിഞ്ഞിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിൻവലിഞ്ഞിരിക്കുകയാണ്. അത് എല്ലാത്തിലും അത്തരത്തിൽ തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത് ഈ ലോബിയുടെ ഒരു സ്വാധീനത്തിന്റെ ഫലമാണ്. അതാണ് ഈ കാലാവസ്ഥാ സംരക്ഷണത്തിൽ നിന്ന് പിൻവലിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കൂടുതൽ വ്യവസായം
ത്തിന് സഹായകരമാകുമെന്ന് കരുതിയാണ്. അത് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസിനാണ് അവിടെ പ്രാധാന്യം, മെൻഷൻ അല്ല, അതാണ് പ്രധാനപ്പെട്ടത്.